الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ റജബ് മാസത്തിലാണ് ഉള്ളത്. റജബ് മാസത്തിൽ നടന്ന ഒരു സുപ്രധാന സംഭവം ചരിത്രത്തിലെ ഇസ്റാ മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈത്തുൽ മഖ്ദിസ് വരെ രാത്രിയാണം ഇസ്റാ നടത്തുകയും അവിടെ നിന്ന് ആകാശലോകത്തേക്ക് മിഅ്റാജ് നടത്തുകയും ചെയ്തത് റജബ് മാസത്തിലാണ് എന്നാണ് പ്രമുഖമായ അഭിപ്രായം. ദിവസം വളരെ വ്യക്തതയില്ലാത്തതും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രായിലെ ആദ്യത്തെ ആയത്തിൽ വിശദീകരിക്കുന്നു. തന്റെ ദാസനെ മസ്ജിദുൽ ഹറമിൽ നിന്ന് അനുഗ്രഹീതമായ രാവിൽ അനുഗ്രഹീതമായ പരിസരങ്ങളോട് കൂടിയ മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാവിൽ കൊണ്ടുപോയവനായ അല്ലാഹു എത്രയോ പരിശുദ്ധൻ. ലിനുരിയഹുവിനായാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഈ ഇസ്ലാമിക ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. പക്ഷേ ഈ ഇസ്രായേലിലെ ഒരു കേന്ദ്രമായ ഒരു ഭാഗം മസ്ജിദുൽ അഖ്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത്യധികം പരീക്ഷണത്തിലും പ്രയാസത്തിലും അകപ്പെട്ട ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ നാനാഭാഗത്തു നിന്നും എതിർപ്പുകൾ കൂരമ്പ് പോലെ വന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ പ്രവാചകൻ വളരെ പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിലാണ് പ്രവാചകന് ബലമേകിക്കൊണ്ട് ഇസ്റാ മിഅ്റാജ് സംഭവം നടക്കുന്നത്. ഇസ്റാ മിഅ്റാജോടുകൂടി പ്രവാചകൻ ശക്തനായി.
അത്ഭുതകരമായ 2 യാത്രകളാണ് നടന്നത്. സാധാരണഗതിയിൽ 40 ദിവസം എടുക്കുന്ന മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര ഒരു രാത്രി കൊണ്ട് നിർവഹിക്കുകയും ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് പ്രവാചകന്മാരോടൊത്ത് നമസ്കരിച്ച് പിന്നീട് ഉപരിലോകത്ത് പോയി വരികയും ചെയ്തതാണ് ഇസ്രാഉം മിഅ്റാജും. ഇതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വളരെ കരുത്ത് കിട്ടി, ശക്തി കിട്ടി. ഏത് പ്രതികൂല സാഹചര്യത്തെയും വളഞ്ഞു മാറ്റി മുന്നേറാനുള്ള ഈമാനിക ആവേശം പ്രവാചകന് ശക്തമായി ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു റജബ് മാസത്തിലാണ് മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി, അവയുടെ മോചനത്തിന് വേണ്ടി പോരാടുന്ന ഹമാസും പലസ്തീനികളും ലോകത്തെ ആളുകൾ വിശദീകരിക്കുന്ന പോലെ ഐതിഹാസികമായ അത്യത്ഭുതകരമായ ഒരു വലിയ വിജയം അവർ നേടിയിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖിബിലയെ ഖുദ്സിനെ നാം ഓർക്കുന്ന ഈ സന്ദർഭത്തില് അതിനുവേണ്ടി പോരാടിയ പോരാളികളെ, അവരുടെ വിജയം വിശ്വാസികൾക്ക് വലിയ ആവേശം നൽകുന്ന ഒന്നാണ്. വിശ്വാസികൾക്ക് നല്ല വല്ലാത്ത ഒരു അത്ഭുതമായിട്ട് ലോകത്തെ പത്രങ്ങളും മീഡിയകളും അതേപോലെ എല്ലാവിധ ആളുകളും അത്ഭുതത്തോടുകൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഒരു വൻകിട സൈനിക ശക്തിയായ ഇസ്രായേൽ എല്ലാ ക്രൂരതയും ഭീകരതയും മുഖമുദ്രയായ ഇസ്രായേൽ ഇതുവരെ നടന്ന യുദ്ധങ്ങളിലൊക്കെ വൻ വിജയം നേടിയ ഇസ്രായേൽ അവരരിശത്തോടും ദേഷ്യത്തോടും നടത്തിയ യുദ്ധമായിരുന്നു ഒക്ടോബർ 7 ശേഷം 2023 ഒക്ടോബർ 7 ശേഷം തുഫാനുൽ അഖ്സ എന്ന് പറയുന്ന ആക്രമണത്തിന് ശേഷം അവർ നടത്തിയ യുദ്ധം. പക്ഷെ ആ യുദ്ധം 16 മാസത്തോളം, ഏകദേശം 400 ചില്ലാനും ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെയും വൻകിട ശക്തികളുടെയും പിന്തുണയോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക അത്യന്താധുനിക സംവിധാനമുള്ള ഒരു രാജ്യം 400 ചില്ലാനും ദിവസം യുദ്ധം നടത്തിയിട്ട് യുദ്ധത്തിന്റെ ലക്ഷ്യമായി അവരെന്തൊക്കെ പറഞ്ഞു അതിലൊക്കെയും പരാജയപ്പെട്ട് അവസാനം അടിയറവ് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തുഫാനുൽ അഖ്സക്ക് പലസ്തീനികൾ ആക്രമണം അഴിച്ചുവിട്ടത് ഒരുപാട് വർഷങ്ങളായി തങ്ങളുടെ നാട് കയ്യേറി അതിക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലുകളെ തങ്ങൾക്കെതിരെ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത വിധം തങ്ങളുടെ ഓരത്തുള്ള ഒരു സ്ട്രിപ്പിൽ കഴിയുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളിൽ നിന്ന് ഈ വലിയ ആക്രമണം ഇസ്രായേലിന് നേരിടേണ്ടി വന്നു. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം അറിയാം. അവര് പലസ്തീനികളിൽ കടന്നു വന്ന് അവരെ ആട്ടി ഓടിച്ച് അവരെ എല്ലാ പ്രദേശങ്ങളും സെറ്റിൽമെന്റുകളാക്കി അവരുടെ ഭൂമി മുഴുവൻ കയ്യേറി അവരുടെ അവകാശങ്ങൾ മുഴുവൻ കയ്യേറി അവരുടെ ആളുകളെ കൂട്ടക്കൊലകൾ നടത്തി ലോകത്ത് തുല്യതയില്ലാത്ത ഭീകരത മുഴുവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. മസ്ജിദുൽ അഖ്സയിൽ പോലും ആക്രമണങ്ങൾ നടത്തുകയും മസ്ജിദുൽ അഖ്സയിൽ പോലും പ്രവേശിക്കാൻ അനുമതി നിഷേധിക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അവിടെ ജനിച്ച തദ്ദേശവാസികളായ പലസ്തീനികൾ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും ദുരിതങ്ങളും പേറുന്നവർ എല്ലാ ശക്തിയും സംഭരിച്ച് ധൈര്യസമേതം ഇസ്രായേലിനെ ആക്രമിച്ചത്. പക്ഷെ അന്ന് എല്ലാവരും കരുതി ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഇതോടെ പലസ്തീനികൾ തീർന്നു, ഹമാസ് അവസാനിച്ചു. ഇസ്രായേൽ അന്ന് 2 കാര്യം പറഞ്ഞത്. ഒരൊറ്റ ഹമാസുകാരനെയും ബാക്കിയാക്കാതെ ഇത് എല്ലാവരെയും കൊണ്ടുപോകും. 2, ഇനി മുതൽ ഒരു പലസ്തീൻ രാഷ്ട്രം, ഒരു വിഭാഗം ഉണ്ടാവുകയില്ല. UN തന്നെ അവര് കൊടുത്ത മാപ്പ്, നെതന്യാഹു കൊടുത്ത മാപ്പില് പലസ്തീൻ ഇല്ലാതെ ഈ സൗദിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള മാപ്പാണ് അവർ സമർപ്പിച്ചത്.
ലോകത്തിലൊരു വലിയ സൈനിക രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ ഈ യുദ്ധത്തിലൂടെ കുറഞ്ഞ ദിവസം കൊണ്ട് പലസ്തീനെ പൂർണ്ണമായി ഇല്ലാതാക്കി തങ്ങൾ പിടിച്ചെടുത്ത മറ്റുകളെ മുഴുവൻ മോചിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുവരും എന്നവർ പ്രഖ്യാപിച്ചു. ഈ ആക്രമണം ഇസ്രായേലുകളെ വല്ലാതെ മറുപടി പിടിപ്പിച്ചിരുന്നു. ആ ആക്രമണത്തിൽ അവര് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അന്ന് നാണം കിട്ടും. അതിനവര് ആക്രമണം അടിച്ചുവിടുകയാണ് ചെയ്തത്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചത് നമ്മളൊന്ന് ആലോചിച്ചു. 1,00,000-ഓളം വരുന്ന പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഒരു കാര്യം, ഷഹീദായി എന്നതാണ് ഒരു കാര്യം. പലസ്തീനിന്റെ അവശേഷിച്ച ഭൂമിയിലുള്ള കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളൊക്കെ അരഭാഗങ്ങളൊക്കെ 90% നശിപ്പിച്ചു. ഇപ്പൊ പറയുന്നത് അതിനെ പുനരധിവസിപ്പിക്കണമെങ്കിൽ 4 പതിറ്റാണ്ടെങ്കിലും വേണം. അത് പുനരധിവസിപ്പിക്കണമെങ്കിൽ ഇനി എത്രയോ ബില്യൺ കോടി ഡോളർ ചെലവഴിക്കണം. കാരണം ഓരോ അവശിഷ്ടങ്ങളുടെ അടിയിലും പൊട്ടാത്ത ബോംബുകൾ ഉണ്ടാകാം, അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകാം. വെടിനിർത്തലിന്റെ ഒരു ഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേലിലെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. നെതന്യാഹുവിനെതിരെ അവിടുത്തെ ആളുകൾ തന്നെ തിരിഞ്ഞു. മന്ത്രിസഭയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ വെടിനിർത്തൽ തങ്ങൾ പരാജയപ്പെടലാണെന്ന് അവരെന്നെ പ്രഖ്യാപിച്ചു. ലോക മീഡിയ മുഴുവൻ പറഞ്ഞു, ഇസ്രായേൽ പത്രങ്ങളും എഴുതി. ഈ വെടിനിർത്തലോടുകൂടി ഹമാസിനെ നമ്മള് മുമ്പിൽ അടിയറവ് പറയാണ്, തോറ്റിരിക്കുകയാണ്. ഇസ്രായേൽ അതിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ തോൽവി അറിഞ്ഞിരിക്കുകയാണ്. ഒറ്റ ഹമാസുകാരനെ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞവര് 3 പേർ അവര് ഇസ്രായേൽ തടഞ്ഞു വെച്ച വ്യക്തികളെ സ്വീകരിക്കുന്ന മുഴുവൻ ഹമാസ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹമാസിലെ സേനയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഹമാസിലുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഹമാസ് എന്നതൊരു യാഥാർത്ഥ്യമായി അവര് ഒരു അംഗീകരിച്ചുകൊണ്ട് അവരുമായി കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. യുദ്ധത്തിലൂടെ കുറെ ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. അത് ആ കൊന്നൊടുക്കുകയും അക്രമം കാണിച്ചത് യുദ്ധവിജയമല്ല. യുദ്ധത്തിൽ ലക്ഷ്യം വെച്ചത് നേടിയെടുക്കാൻ ഒരു തരിപോലും ഇസ്രായേലിന് കഴിഞ്ഞില്ല. ആക്രമണം നടത്തി എന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷെ ഇപ്പോഴത്തുള്ള ആളുകൾ ആ ആക്രമണത്തെ ഒരു പുല്ലുവില പോലും കൽപ്പിച്ചിട്ടില്ല. അവരുടെ രക്തസാക്ഷികളെ വെച്ച് അവരെ അലമുറയിടുകയോ കരയുകയോ ചെയ്യുന്നില്ല. അവര് പഠിച്ചതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ രക്തസാക്ഷികളായവരെ മരിച്ചവരെന്ന് നിങ്ങൾ പറയരുത്. അവർ ജീവിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ അത് അറിയുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവരെന്ന് നിങ്ങൾ കരുതരുത്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ അന്നം ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم ألا خوف عليهم ولا هم يحزنون الحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ അവർ സന്തുഷ്ടരാണ്. തങ്ങളുടെ പിന്നിലുള്ളവരും തങ്ങളോടൊപ്പം ചേരാനിരിക്കുന്നവരുമായ വിശ്വാസികളുടെ കാര്യത്തിൽ അവർ സംതൃപ്തരാണ്. അവർക്ക് പേടിക്കാനോ നിൽക്കാനോ ഇല്ല. വധിക്കപ്പെട്ടവരെ അവരൊരു നഷ്ടമായിട്ട് കണ്ടിട്ടില്ല. അവര് കരുതുന്നത് അതിനേക്കാൾ നിലക്ക് തുല്യമായ ജീവിതം നയിച്ചവരെ വധിച്ചവർ രക്തസാക്ഷിയായി കിട്ടുന്നത് നേട്ടമായിട്ടാണ് കണ്ടിട്ടില്ല. ഇസ്രായേൽ പറയുന്ന ഒരാളെ വധിച്ചു എന്നുള്ളതാണ്. വധിച്ചു എന്നത് ഇവർക്ക് നേട്ടമായിട്ട് കരുതുന്ന ജനതയെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? കാരണം അവര് അത് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. പറഞ്ഞല്ലോ, സത്യവിശ്വാസികളിൽ കുറെ ആളുകളുണ്ട്. തങ്ങളെ അള്ളാഹുമായുള്ള കരാറിനെ പൂർത്തീകരിച്ചവര്, പ്രതീക്ഷിച്ചിരിക്കുന്നവര്. അവരൊരിക്കലും അള്ളാഹുവിനോടുള്ള കരാറിൽ ഒരു ലംഘനം വരുത്തിയിട്ടില്ല. കാരണം അവർക്കറിയാം, ഈ തുഫാന്റെ അക്ഷര ആദ്യത്തെ അടി അടിച്ചാൽ തങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊക്കെ പ്രതീക്ഷിച്ചാലും ശരി, അവരെ ഏകകണ്ഠമായി നല്ല പ്ലാനോട് കൂടി അവർ ആക്രമിച്ചടിച്ചു. ലോകം ഞെട്ടിപ്പോയി. എത്ര കോടി രൂപയാണ് ഇസ്രായേൽ ചെലവാക്കിയത്?
ഈ 400 ചില്ലാനം ദിവസങ്ങളിൽ ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളറുകൾ ഓരോ ദിവസവും ഇസ്രായേലിന് ചെലവാണ്. ഇസ്രായേലിന്റെ ആഭ്യന്തര സാമ്പത്തിക ഭദ്രതയെ തകർന്നിരിക്കുന്നു. അവർ ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നു. ബിസിനസ് പമ്പിച്ച വിധത്തിൽ തകർന്നിരിക്കുന്നു. അമേരിക്കക്ക് പോലും 5700 കോടി ഡോളർ അമേരിക്കക്ക് പോലും ചെലവായിരിക്കുന്നു. അതൊക്കെ ചെറിയ കണക്കത്തെ അപ്പുറത്ത് പോയിരിക്കുന്നു. എല്ലാം അവർ തകർന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഒട്ടേറെ ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. ഒരു കുഞ്ഞിന് പോലും ബോധേൽപ്പിക്കാൻ ഞങ്ങൾ ബന്ദികളെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് ആ ബന്ദികളെ ഒരാളെ മോചിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പലസ്തീനിന്റെ 95% ഭൂപട്ട് തകർത്തു. എന്നിട്ടും ദശലക്ഷക്കണക്കിന് പലസ്തീനികൾ ആ ഭൂമിയിൽ ജീവിക്കാൻ അത്ഭുതം. എപ്പോഴെന്തെങ്കിലും ഒരു എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാവുന്ന സാങ്കേതിക വിദ്യണ്ടായിട്ട് പോലും അമേരിക്ക ഇസ്രായേൽ കഴിഞ്ഞ് പടുത്തിട്ടും ഈ ഹമാസുകാർ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് 100 കണക്കിന് കിലോമീറ്ററുകളൊക്കെ ഉള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ കണ്ടില്ല, അവരുടെ 2 കൂട്ടരുടെ സംസ്കാരം കണ്ടില്ലേ. ഒരു 3 ഇസ്രായേലികളെ വിട്ടുകൊടുക്കുമ്പോ ധാരാളം കണക്കിന് പലസ്തീനികളെ വിട്ടുകൊടുക്കേണ്ടി വരും. ആ 3 പലസ്തീനികളും 3 ഇസ്രായേലികളും 3 പലസ്തീൻ ബന്ദികളും കൂടി വരുന്ന ധാരാളം പലസ്തീനികളും കൂടി വരുന്നത് വ്യത്യസ്തമായി കാണാം. 3 ഇസ്രായേലി ബന്ദികൾ, പലസ്തീനികളുടെ കീഴിലുണ്ടായിരുന്ന ഇസ്രായേലി ബന്ദികൾ ആരോഗ്യവാന്മാരായി സന്തോഷിച്ച്, ഏതോ ചില പത്രപ്രവർത്തകർ പറഞ്ഞു സിനിമ കണ്ടിറങ്ങി വരുന്ന ആഘോഷത്തേക്ക് ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് വരുന്നവരെ പോലെ വളരെ സുസ്മേരവദനരായിട്ടാണ് പലസ്തീനിലെ 3 സ്ത്രീ ബന്ദികളും പുറത്തേക്ക് വന്നത്. അതേസമയം ഇസ്രായേലിന്റെ കീഴിലുണ്ടായിരുന്ന പലസ്തീനിലെ ബന്ദികൾ അവർ പറയുന്ന വർത്തമാനം ലോകം ഞെട്ടുന്നതാണ്. അവരുടെ സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭീകരമായ രോഗങ്ങൾ പകർത്തി കൊടുത്തിരിക്കുന്നു. പലസ്തീനിലെ ആ ബന്ദികൾ വന്നിട്ട് സ്വന്തം ബന്ധുക്കളെ ആലിംഗനം ചെയ്യാൻ മടിക്കണം അവർക്ക്. കാരണം അതിനു മാത്രം രോഗങ്ങൾ തങ്ങൾക്ക് നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ രോഗം എന്റെ ബന്ധുക്കൾക്ക് പകരാതിരിക്കാൻ നോക്കുകയാണ്. എന്നിട്ടും അടിപതറാതെ നിൽക്കുന്നത് ലോകം നിരീക്ഷിക്കുകയാണ്. ലോകത്തിലെ ഒരു തെമ്മാടി രാഷ്ട്രം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആ ചെയ്തതിനെ ഒരു നേട്ടവും നേടാതെ പരാജയപ്പെടുത്തും. അത്ഭുതകരമായ, അവരുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ആയുധവും ഇല്ല. ഈമാന് മാത്രം കൈമുതലായ ഒരു ജനത ആവേശത്തോടുകൂടി അവരെ പരാജയപ്പെടുത്തിയത് 21-ാം ഈ കാലഘട്ടത്തിലെ മനുഷ്യർ കാണുകയാണ്. ലോകത്തിലെ ആക്ടിവിസ്റ്റുകൾ, ലോകത്തിലെ വലിയ വലിയ ആളുകൾ എന്തുകൊണ്ട് പലസ്തീനികൾ വിജയിച്ചു എന്നത് പഠിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല പല തന്ത്രവും പ്രയോഗിക്കുന്നു. അത്ഭുതകരമായ തന്ത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആവേശം ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണിത്. എന്നിട്ട് ഇനിയിപ്പോ പലസ്തീനിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തിക സഹായം നൽകാൻ പോവുകയാണ്. ഇപ്പൊ പലരും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പോലും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു. ഇസ്രായേലി മന്ത്രിസഭകളിൽ വിള്ളലുണ്ടായിരിക്കുന്നു. ഇസ്രായേലിൽ തന്നെ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതേസമയം നോക്കിക്കോ, ഇതൊക്കെ ചെയ്തിട്ടും ഹമാസ് ഒരൊറ്റ അഭിപ്രായത്തിൽ ഒരാള് പോലും, ഒരു പലസ്തീനി പോലും ഒരു സെക്കൻഡിൽ പോലും ഹമാസിനെ എതിർക്കുന്നില്ല, ഹമാസിനെ വെറുക്കുന്നില്ല. ഹമാസിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കാൻ, ഒറ്റക്കെട്ടായി അവർ നിൽക്കാൻ. അവരുടെ നേതാക്കന്മാർ ഓരോരുത്തരും മരണപ്പെടുമ്പോഴും അവർക്കൊരു പേടിയില്ല. കാരണം നേതാക്കന്മാർ മരണപ്പെടുക എന്നുള്ളത് ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിലുള്ളതാ. 3 ഖലീഫമാര് ഷഹീദായവരല്ലേ? 4 ഖലീഫമാര് 3 ഖലീഫമാര് രക്തസാക്ഷികളായവരാണ്. ഇമാമുകൾ രക്തസാക്ഷികളായവരാ. നേതാവ് ഹസൻ, പ്രവാചകന്റെ പ്രിയ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായവരാ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ രക്തസാക്ഷിയായവരാ. ഇസ്ലാമിക മഹാന്മാരായ ആളുകളൊക്കെയും രക്തസാക്ഷികളായവരാ. രക്തസാക്ഷികൾ അവിടെ മരിക്കുകയല്ല ചെയ്തത്, അവരൊക്കെ ജീവിക്കുകയും അവരൊക്കെ ആവേശം പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണ്. ശൈഖ് അഹമ്മദ് യാസീനെ അവർ കൊന്നു, പിന്നീട് റദ്ദീസിയെ കൊന്നു. എന്നിട്ടൊന്നും അവർ കുടുങ്ങിയില്ല. പിന്നീട് ഈ യുദ്ധത്തിൽ ഇസ്മായിൽ ഹനിയയെ വധിച്ചു. അതുപോലെ യഹ്യാ സിൻവാറിനെയും അതേപോലെ സാഹിദ് അറൂറിനെയും ഹിസ്ബുള്ള നേതാവായിരുന്ന ഹസൻ നസ്രുള്ളയെ ഒക്കെ വധിച്ചു. എന്നിട്ട് അവർക്കൊരു കുസലുമില്ല. അവരൊക്കെ എത്തേണ്ടടുത്ത് എത്തുമ്പോ മരിച്ചു പോണ
ഇസ്മായിൽ അനിയുടെ ഭൗതിക ശരീര യാത്രയാക്കുമ്പോൾ ഭാര്യ പറഞ്ഞ എന്റെ ഭാര്യ അവരോട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ആ ഭൗതിക ശരീരത്തെ നോക്കിയിട്ട് അവിടെയുള്ള പലസ്തീനികളോടൊക്കെ പോയി സലാം പറയുന്നതാണ്. നിങ്ങൾ പോകുന്ന സ്വർഗത്തില് ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ ആളുകളുമുണ്ട്. അവിടെ പോയിട്ട് ഇസ്മായിൽ അലിയ നിങ്ങൾ അവർക്ക് ഞങ്ങളുടെ സലാം പറയണം എന്ന് ഭാര്യ തന്റെ അടുത്തോട് കൂടി പറയുന്നത് ലോകത്തിലെ മീഡിയകൾ പ്രക്ഷേപണം ചെയ്യാണ്. എവിടെ നിന്ന് കിട്ടുന്നു ഈ ആവേശം? തകർന്നടിഞ്ഞ വീടുകളുടെ കോൺഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്വന്തം ഉപ്പയും ഉമ്മയും വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടിട്ടും രക്തസാക്ഷിയായിട്ടും 7 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികൾ തങ്ങളുടെ കെട്ടിടങ്ങളുടെ മണൽക്കൂടുകളുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇത് ലോകം നിരീക്ഷിക്കല്ലേ? പണ്ടത്തെ ലോകത്തിന്റെ ഓരോ ചലനങ്ങളും അറിയില്ലേ? പലസ്തീനിലെ ഓരോ കുട്ടികളുടെ വാക്കുകളും ഖുർആൻ പാരായണങ്ങളും ലോകം ചർച്ച ചെയ്യുകയല്ലേ? അത്ഭുതകരമായ ആവേശകരമായ ഒരു സംഗതി നമുക്കിവിടെ കാണാൻ കഴിയും. ജനിക്കുന്നത് വിശ്വാസികളുടെ ഏറ്റവും സന്തോഷത്തിന്റെ നാടുകൾ നമ്മൾ ഇനിയും അക്രമം കാണിക്കും. പക്ഷെ ഇനി വല്ലാതെ ഇസ്രായേലിന് ലോകത്തിന് മുമ്പിൽ ജനതയ്ക്കാൻ പറ്റാത്ത വിധം നാട് കെട്ടുപോയി, നാണക്കേടായി, അക്രമരാജ്യം എന്ന് പറഞ്ഞുപോയി. ലോകത്തിലെ തന്നെ 127 രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ പലസ്തീൻ അധിനിവേശത്തെ തള്ളിപ്പറഞ്ഞു. തള്ളി പറയാത്തൊരു രാജ്യത്ത് അതാരെന്ന് അറിയും, അത് നമ്മളെ രാജ്യമാണ്. പലസ്തീനികൾ ചെയ്തു കൂട്ടിയ തെന്മാടിത്തങ്ങളുടെ മുമ്പിൽ കൂട്ടുന്നുണ്ടവരുണ്ട്. അത് നമ്മുടെ നാട്ടിലെ സംഘപരിവാറിന്റെ മനസ്സമാറുക. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊണ്ടെടുക്കുന്ന കൊല്ലക്കേട് വരുന്നവരുണ്ട്. അതിവിടുത്തെ മനസ്സുകാരുക. എത്ര ഭീകരമാകുന്നു നമ്മുടെ രാജ്യത്തിന്റെ മനസ്സിനെ നമ്മൾ പരിശോധിക്കണം. ഒരു കാലത്ത് ഇസ്രായേൽ നിങ്ങൾ പടിയെടുക്കില്ലെന്ന് പറഞ്ഞ, ഇസ്രായേൽ എന്ന രാജ്യത്തെ നിങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും ഇന്ത്യ പുതിയ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോ ആ പരാജയപ്പെട്ട രാജ്യത്തിന്റെ അക്രമത്തിന്റെ കൂട്ടു നിൽക്കുന്ന, അവർക്ക് പുനപിടിച്ചു കൊടുക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വിശ്വാസികളുടെ സമൂഹത്തെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ലാന്ന് ചരിത്രപരമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് പാഠം പഠിക്കാം. അള്ളാഹുവിന്റെ ഈമാൻ വർദ്ധിക്കാൻ ഇത് മതി. മുമ്പേ നമ്മൾ ചരിത്രത്തിലേ വായിച്ചിട്ടുള്ളൂ. 10,000 വരുന്ന ശത്രുക്കൾ 3,000-ഓളം വരുന്ന മദീനയിലെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അഹ്സാബ് യുദ്ധത്തിൽ ഇരച്ചു കയറി വന്നപ്പോ നമ്മൾ ഖുർആനിൽ ഓടിപ്പിടിച്ചു. അവർ അല്ലാഹു തആല കാണാത്ത സൈന്യത്തെ കൊണ്ട് പരാജയപ്പെടുത്തി. പക്ഷേ ആ അവരുടെ ഈമാൻ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെക്കാൾ 4 ഇരട്ടി വരുന്ന സൈന്യം ആക്രമിക്കാൻ വരുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നു. ചരിത്രത്തിലുണ്ടായിരുന്നു. ഇത് ചരിത്രമല്ലല്ലോ, നമുക്ക് പച്ചക്ക് കാണുന്നേ. 1 ലക്ഷം മനുഷ്യരെ കൊല ചെയ്യപ്പെട്ടിട്ടും രക്തസാക്ഷികളായിട്ടും വെടിനിർത്തലിന്റെ അന്ന് ആഹ്ലാദ പ്രകടനം നടത്തുന്ന, ആഹ്ലാദത്തോടുകൂടി മുന്നോട്ട് പോകുന്ന, തങ്ങളുടെ വിജയ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ ചിഹ്നവും വസ്ത്രവും അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ലോകവിനിയുടെ മുമ്പിൽ ഇരുന്ന് പറയുന്ന പലസ്തീനികൾ ലോകത്തിന്റെ ഒരു പുതിയ ആവേശത്തെ അവരെ പിന്തുണക്കുന്നവരായി ലോകത്തിന്റെ ജനത മാറുന്നു. മുതലാളിത്ത രാജ്യങ്ങൾ, ഇസ്രായേലിന്റെ പിണയാളികളായ രാജ്യങ്ങൾ പോലും, ആ രാജ്യങ്ങളിലുള്ള ജനങ്ങൾ എല്ലാവരും ഇന്ന് പലസ്തീനിനെ അംഗീകരിക്കുന്ന, പിന്തുണക്കുന്നവരായി മാറി. പക്ഷേ പിന്തുണക്കാത്ത നമ്മുടെ രാജ്യമുണ്ട്, പിന്നെ നമ്മുടെ അറബ് രാജ്യങ്ങളുണ്ട് നല്ലത് കൊടുക്കാത്ത. ഈ നെതന്യാഹു UN-ല് ഈ മാപ്പ് കാണിച്ചപ്പോ, സൗദിയുമായിട്ടുള്ള അടുപ്പിച്ചിട്ടുള്ള മാപ്പ് കാണിച്ചപ്പോ കമാന്നുമില്ലാത്ത അറബി തമ്പുരാക്കന്മാരുണ്ട്. പേടിച്ചു നിൽക്കുന്നവരോട് പലസ്തീനിലെ മക്കൾ പറയുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങളോട് പറയുന്നത് അല്ലാഹുവിൽ അർപ്പിച്ച് മുന്നേറുക എന്നാ മക്കളെ നമ്മളോട് പറയാം, രാജ്യങ്ങളോട് പറയാൻ. അറബി രാജാക്കന്മാരും അറബി തമ്പുരാക്കന്മാരോടും അവർ ഉച്ചസ്ഥലം പറയാൻ. ഏത് തമ്മാടി രാജ്യത്തെയും തമ്മാടി വർഗത്തെയും ഏത് അക്രമകാരികളെയും ഈമാനിന്റെ പിൻബലത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് ആ പലസ്തീനിലെ ഓരോ കുട്ടിയും നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കാലം കഴിയും. ഇപ്പൊ ലോകത്ത് പുതിയ ചർച്ചകളല്ലേ നടക്കുന്നത്. അതിലില്ലാത്ത ലോകം, സൈന്യമില്ലാത്ത ലോകമൊക്കെ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിരുകളൊക്കെ കൃത്യമാക്കി വെച്ചിട്ട് ഈ സൈന്യങ്ങളൊക്കെ അതിർത്തികളിൽ നിന്ന് പിൻവലിക്കുന്നതാണ്. യുദ്ധോപകരണങ്ങൾ പോലും മറ്റ് ഊർജ സംവിധാനങ്ങളിലേക്ക് മാറ്റണമെന്ന ചർച്ചകൾ നടക്കുന്ന ലോകം. ഇനി ആശയത്തിന്റെ മുന്നേറ്റമാണ്. 1,00,000 കുട്ടികൾ, 1,00,000 പലസ്തീനികൾ രക്തസാക്ഷിയായെങ്കിൽ
കോടിക്കണക്കിന് മനുഷ്യർക്ക് ആ പലസ്തീനിന്റെ കുഞ്ഞുങ്ങൾ പാരായണം ചെയ്ത ഖുർആനിന്റെ സന്ദേശം ഈ 16 മാസങ്ങൾക്കുള്ളിൽ എത്തിയിരിക്കുന്നു. ഞാൻ പറയുന്നു, ഇനി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ ആ കുട്ടികളോട് ആയത്തുകൾ ചർച്ച ചെയ്യപ്പെടും. തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷ അർപ്പിച്ച് പാരായണം ചെയ്ത ഇസ്ലാമിന്റെ വചനങ്ങൾ ലോകത്ത് ചർച്ച ചെയ്യപ്പെടും. എന്തുകൊണ്ട് എവിടെ നിന്നിട്ട് ഈ കുട്ടികൾക്ക് ആവേശമെന്ന് ലോകം ഇന്ന് വിലയിരുത്താൻ തുടങ്ങും. ആരാണ് അക്രമികളെന്ന് ലോകം വിലയിരുത്തപ്പെടും. എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? ഇന്നിപ്പോ ആരാ പറയുന്നത്? കുറച്ച് സംഘപരിവാറിന്റെ ഭീകരമായ മനുഷ്യത്വരഹിതമായ മനസ്സുള്ള കുറച്ച് ആളുകൾ ഒഴിച്ച് ലോകത്തിലെ മിക്ക ജനങ്ങളും ഇന്ന് ഇസ്ലാമിന് സാമൂഹ്യം പഠിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ സൈന്യങ്ങൾ പലപ്പോഴും അക്രമം നടത്തി എന്റെ പോകത്തിലും കാണിക്കണമെന്ന് പിന്നെ തീ നട്ട് അതിന്റെ പിന്നാലെ ഓടാക്കുക. അത് കെടുത്താനുള്ള വെള്ളം പോലുമില്ല. എത്ര കുട്ടികൾക്ക് വെള്ളം പച്ചവെള്ളം കൊടുക്കാതെ മരിപ്പിച്ചവരാണ്. പിഞ്ചു മക്കള് വെള്ളം കിട്ടാതെ ദാഹിച്ച് വരച്ചവരാണ്. പലസ്തീനിലെ കുട്ടികൾക്ക് ഒരു തുള്ളി ദാഹജലപ്പോലും കൊടുക്കാതെ വരുന്നവര് ഇന്ന് തങ്ങളെ വിഴുങ്ങുന്ന തീ കെടുത്താനുള്ള വെള്ളം കിട്ടാതെ ഓടുകയാണ്. ഒന്നിനെ പുറകെ മറ്റൊന്നായി തീകൾ റബ്ബുണ്ട് എന്നുള്ളതിന്റെ തെളിവ, അല്ലാഹ് ഇടപെടലുണ്ട് എന്നുള്ളതിന്റെ തെളിവ. നിങ്ങൾ നിന്നരാകണ്ട, നിങ്ങൾ വിധേയപ്പെട്ടു കൊടുക്കുകയും വേണ്ട. നിങ്ങളാണ് ഉന്നതർ, നിങ്ങളെ കൂടെ അറുന്നുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന മനസ്സിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കണം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം. അല്ലാതെ ഈ ബൈത്തുൽ മഖ്ദിസ് നമുക്ക് പിടിച്ചെടുക്കാൻ നമ്മുടേതായ സ്ഥലമായി മാറാൻ കഴിയും. ഇസ്ലാമിന്റെ കിബിലയാണ്, മുൻകിബിലയായി ധാരാളം അമ്പിയാക്കന്മാരുടെ നേതൃത്വം കൊടുത്ത പള്ളിയാണ് അത്. ഇച്ഛാശക്തിയെ മുസ്ലിങ്ങൾ എന്ന് പിടിച്ചോ മുസ്ലിങ്ങൾ കിട്ടി. ഒരു ഉമ്മ ചെറുപ്പത്തിൽ തീരുമാനിച്ച എന്റെ കുട്ടിയെ കൊണ്ട് അത് മോചിപ്പിക്കുന്നു തീരുമാനിച്ചപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് മോചിപ്പിച്ചു. ഇപ്പോഴും മസ്ജിദുൽ അഖ്സ നമ്മുടെ കയ്യിൽ തന്നെയാണ്. പക്ഷേ അതിന്റെ ചുറ്റും അതിന്റെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ രാജ്യത്തിന്റെ നടുവിലാണ്. അവിടെ നമുക്ക് ആ മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കുന്നത് ഏറെ പ്രതിഫലാത്മകമായ ഒന്നാണ്. ആവേശ ഏതൊരു നമുക്ക് അവിടെ ഞാൻ പലപ്പോഴും ജുമാക്ക് പങ്കെടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം ഞാൻ ജുമായിൽ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു അത്ഭുതിയും ആവേശവും അവിടെ ജുമായിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ ഒരു പ്രഭവ കേന്ദ്രം തന്നെയാണ്. ആദ്യത്തെ കിബിലയാണ്. അത് മുസ്ലിങ്ങളുടെ ലക്ഷ്യമാണ്. അത് നേടുക തന്നെ വേണം. ആ ഒരു ഒത്തിരി വലിയ മഹാസന്നദ്ധിയെ കിട്ടാൻ ഒഴിവാക്കിയിട്ട് തങ്ങളുടെ ഭൗതിക താല്പര്യത്തിന് മത്ശക്തികളോട് കീഴടങ്ങി കൊടുക്കുന്ന അവസ്ഥ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഒഴിവാക്കിയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മളിത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഇത് അള്ളാഹുവിന്റെ ഇടപെടലുണ്ടാവും. ആ കുട്ടികളുടെ കരച്ചിലുകൾക്കൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല. പടച്ചോന്റെ അത്ഭുതകരമായ ഇടപെടൽ. നിങ്ങൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഒന്ന് ശരിക്കും പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. വലിയ വലിയ യുദ്ധത്തിന്റെ എഴുത്തുകാരൊക്കെ വളരെ കൃത്യമായി കാരണങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധ എഴുത്തുകാരൻ അദ്ദേഹം 14 കാരണങ്ങൾ വിവരിച്ചുകൊണ്ട് ചുട്ട പരാജയമാണ് ഇസ്രായേൽ സംഭവിച്ചത് വ്യക്തമാക്കുന്നത്. ഇനിയും കിടക്കുന്നത് ഇസ്രായേലിന്റെ നാശമാണെന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. എന്തൊക്കെ ഭൗതികത ഉണ്ടായാലും ശരി ഇസ്രായേലിന് ഇനി പാഠം പഠിക്കേണ്ടി വരും എന്ന് പറയുന്നവരുണ്ട്. പലസ്തീൻ പൂർവാധികം വർദ്ധിത ബീജത്തോടുകൂടി തിരിച്ചു വരുമെന്ന് വിലയിരുത്തപ്പെടുന്നവരുണ്ട്. ഇസ്ലാമിന്റെ കടന്നുവരവ് ശക്തമാകുമെന്നതിന്റെ തെളിവായി മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ പാഠം പഠിച്ച് ഈമാനോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്.